ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കുഞ്ഞു മക്കൾക്കും സ്വാഗതം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഷെയർ ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞത്. കാര്യം ഇപ്പോ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്താ ആലോചിക്കും, നീ എന്താണ് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ നോക്കുന്നത്, ഇതെന്തിനാ പിന്നെ അക്ക് ഷെയർ ആക്കുന്നത്, നിക്ക് മാത്രം നോക്കിയാ പോരെ, അങ്ങനെ പറയും. അതുകൊണ്ട് ഷെയർ ഒന്നും വേണ്ട, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളൂ. പിന്നെ ഇതുപോലുള്ള കഥകൾ നമ്മൾ എത്ര കഥ പറഞ്ഞാലും എത്ര നിങ്ങളെ പൊക്കാൻ ശ്രമിച്ചെങ്കിലും യൂട്യൂബ് നമ്മളെ താത്തിക്കളയും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള കഥകൾ പച്ചക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൊങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അപ്പൊ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ താനെ തന്നെ എല്ലാം പൊങ്ങുന്നതായിരിക്കും. മെമ്പർഷിപ്പിൽ ഞാൻ 7-8 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അഥവാ മെമ്പർഷിപ്പ് വേണ്ട എന്നുള്ളവർക്ക് കഥകളിൽ സാധാരണ അത് വേണ്ട എന്നുള്ളവർക്ക് വേറെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്രൂപ്പാണ്. ഗേൾസ് ചാറ്റിങ്, വീഡിയോസ്, ഫോട്ടോസ്, വീഡിയോ കോൾ ഒക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഗ്രൂപ്പാണ്, എല്ലാവരും പൊളിയാണ്. ഇന്നലെ രാത്രി എല്ലാവരും നല്ല സുഖത്തിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും. അപ്പോൾ ഗ്രൂപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഞാനൊരു സ്കാനർ അയക്കും, അതിലോട്ട് പേ ചെയ്താൽ ഞാൻ ഉടനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചേച്ചീനെ എനിക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു, ചേച്ചി എനിക്ക് കുറച്ച് സമയം വിളിക്കാമോ, ചേച്ചീനോട് എനിക്ക് സംസാരിക്കണം, ചേച്ചി ഒന്ന് ഫോൺ എടുക്കോ, ചേച്ചി എന്താ ഫോൺ എടുക്കാത്ത, ചേച്ചി കല്യാണം കഴിഞ്ഞോ, ചേച്ചി കുട്ടികളുണ്ടോ, ആരുടെ കുട്ടിയാണ്, ഭർത്താവിന്റെ തന്നെയാണോ, ചേച്ചി ഫിംഗർ ചെയ്യലുണ്ടോ, ചേച്ചിക്ക് വായിലിട്ടെടുക്കാൻ ഇഷ്ടമുണ്ടോ, ചേച്ചി ആരെങ്കിലും വായിലിട്ടെടുത്തിട്ടുണ്ടോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ദയവായി ചോദിക്കരുത്. അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതില്ല, എനിക്ക് ചേച്ചിയെ വേണം, ചേച്ചീനെ വിളിക്കാനാണ് എനിക്ക് ആഗ്രഹം, ചേച്ചിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ്, ചേച്ചിയെ യൂട്യൂബിൽ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു, ചേച്ചിയുടെ വോയിസ് ഇഷ്ടപ്പെട്ടു, ചേച്ചിയുടെ ഒറിജിനൽ വോയിസ് ഒന്ന് അയക്കാം. അതൊക്കെ പ്രശ്നമില്ല, ഞാൻ ഒറിജിനൽ വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓക്കെ താങ്ക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. ചിലവർ വേറൊരു കാര്യം, മെസ്സേജ് എന്നോട് പറയും, എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, ശമ്പളം കിട്ടുമ്പോൾ ഞാൻ പേ ചെയ്യാം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് അപ്പം തന്നെ മെസ്സേജ് അയച്ചാൽ പോരെ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഇന്നലെ ഗ്രൂപ്പിൽ സെറ്റാണ് മക്കളെ. 3rd ഗ്രൂപ്പിൽ ഗേൾസും ബോയ്സും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഒരിക്കലും 500 നഷ്ടമാവത്തില്ല. അത്ര ഉഗ്ര കഥയാണ് അതിൽ ഇന്നലെ രാത്രി നടന്നുകൊണ്ടുണ്ടായിരുന്നത്. ഞാൻ ഫോൺ അവിടെ സ്റ്റാൻഡിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ അങ്ങനെ ഇങ്ങനെ ഡിസ്ക് കളിക്കുന്നുണ്ട്, അതാരും മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഇപ്പൊ സമയം 7 മണി, അതായത് 7 മണി 6:45 ഞാൻ എണീച്ച് പല്ല് തേച്ച് ഒരു ചായ കുടിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ഉറക്കമുണ്ടാവും, ആരും മൈൻഡ് ചെയ്യണ്ട എൻ്റെ രീതിയിൽ. അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ്. ആരുമില്ല, നല്ല സൗണ്ടില് ഒച്ചത്തിൽ നമുക്ക് എന്തും പറയാലോ. ഞാൻ വെറുതെ അവിടെ TV നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി വീഡിയോ ഇട്ടാലെന്താ, അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയുടെയും മകന്റെയും കഥ അല്ല, ഉപ്പയുടെയും ഉമ്മ ഇല്ലാത്ത സമയത്ത് ഉപ്പയുടെയും മകൾക്കുണ്ടായ ഒരു അനുഭവം. അപ്പൊ ആദ്യം തന്നെ പറയാം, എൻ്റെ പേര് ആയിഷ. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. കഥ എന്ന് പറയുന്നത് നമ്മുടെ ആയിഷ കുട്ടിക്ക് പണ്ടേ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾ പാവം നല്ലൊരു ഈമാനുള്ള ഒരു കുടുംബത്തിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ അവളുടെ ഫാമിലി ആയിരുന്നു. എന്താണെന്ന് വെച്ചാല് അവളുടെ ഫാമിലിയിൽ ജീൻസ് ഇടാൻ പാടത്തില്ല, പർദ്ദ അല്ലാതെ വേറൊരു ഡ്രസ്സും, അങ്ങനെ ചുരിദാറ് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇതൊക്കെ അവൾക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. എന്താണെന്ന് വെച്ചാല് അവൾക്ക് എപ്പോഴും പർദ്ദയിട്ട് നടക്കുന്നതും ചുരിദാറിട്ട് നടക്കുന്ന ലൈഫൊക്കെ മടുത്തു. അപ്പൊ അവളൊരു തീരുമാനിച്ചു. അവര് +1 +2 വരെ അതെങ്ങനെയൊക്കെയോ സഹിച്ചു. പിന്നെ അവൾക്കൊരു തീരുമാനം വന്നു. എന്താണെന്ന് വെച്ചാല് വേറെ നാട്ടിലോട്ട്, അതായത് മംഗലാരം എവിടെയെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവള് കോഴിക്കോട് പഠിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ഇവളുടെ ലൈഫ് മുഴുവനും മാറി. അതായത് ഇവളുടെ വീട്ടുകാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അവൾ അവിടെ ഇതായിക്കൊണ്ടുണ്ടായിരുന്നത്. അതായത് ഷോർട്ട് ഡ്രസ്സ്,
അതായത് നമ്മൾ ബ്ലൗസ് ഒക്കെ ഇടുന്നില്ലേ, അതുപോലെയുള്ള ഡ്രസ്സ്, ഷോർട്ട് പാൻറ് ഒക്കെ ഇട്ടു. അപ്പോ അവൾക്ക് അന്ന് അവളുടെ ഉപ്പയുടെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അയൽവാസിയെ പണ്ണി അത് അവൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവള് ഉപ്പയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഉമ്മച്ചിയോട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഉപ്പ ഇവളെ സർപ്രൈസ് ആക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് പോയി. കോഴിക്കോടേക്ക് പോകുമ്പോൾ റോഡ് സൈഡ് തൻ്റെ മകളെ പോലെ തന്നെ ഒന്നവിടെ തലപ്പും തട്ടോടാതെ ബ്ലൗസും ഷോർട്സ് ഒക്കെ ഇട്ട് പോകുന്ന കണ്ടു. പക്ഷെ ഉപ്പ ആദ്യം തന്നെ ഒരിക്കലും വിശ്വസിച്ചില്ല. ഇതെന്റെ മകളൊന്നല്ല, അത് വേറെ ആരോ എന്ന് പറഞ്ഞ് ഉപ്പ അതവിടെ ഒഴിവാക്കി. പിന്നെ ആ ഹോസ്റ്റലില് റൂമൊക്കെ ആയിരുന്നു, ഹോസ്റ്റലിൽ നിന്നല്ല, ഇവര് നല്ല പേര് കേട്ട അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള, നല്ലതെന്ന് വെച്ചാൽ നല്ലതെന്ന് പറയുന്നതിന്റെ 10 ഇരട്ടി സാമ്പത്തികമുള്ള, ആ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരറിയുന്ന ഒരു കുടുംബമായിരുന്നു ലീമാനുള്ള. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് അവളെ ജീൻസ് ഇടാനും ഒന്നും തന്നെ വിടാഞ്ഞത്. അങ്ങനെ ഈ അപ്പൻ അവിടെ അതായത് അവളുടെ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. മകള് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. മോള് പുറത്ത് പോയിട്ടുണ്ട്, അവൾ ഇപ്പൊ വരും എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും ഈ ഉപ്പക്ക് ആ പുറത്ത് കണ്ട ആ മകളെയൊക്കെ മറന്നു. തന്റെ മകൻ പർദ്ദയൊക്കെ ഇട്ട് നല്ല സുന്ദരമായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരും എന്ന് വിചാരിച്ചു ആ ഉപ്പ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ആ റോഡ് സൈഡിൽ വന്ന ആ പെൺകുട്ടി അതിൻ്റെ അടുത്തോട്ട് വരുന്നത്. പക്ഷെ മുഖം നേരെ കാണാമായിരുന്നില്ല. പെട്ടെന്ന് ഉപ്പ എന്നുള്ള വിളിയില് ആ ഉപ്പ കസാലയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടെ ഒന്ന് അടിമുടി നോക്കി. സ്വന്തം മകളാണെങ്കിലും ഉപ്പക്ക് ഒരു സ്പാർക്ക് അടിച്ചു. ഡീ ഇതെന്ത് വേഷ എന്ന് ചോദിച്ചു. പക്ഷെ ഉപ്പക്ക് ഇതൊക്കെ ഇഷ്ടായിരുന്നു. പക്ഷെ ഉമ്മക്കും ഉമ്മയുടെ ഫാമിലിക്കായിരുന്നു ഇതൊക്കെ പ്രശ്നം. ഉപ്പ അത് കണ്ടിട്ടാകുമ്പോ ഓ എന്നായിരുന്നു ഉപ്പയുടെ എക്സ്പ്രഷൻ. പക്ഷെ ഉപ്പക്ക് വേറൊരു കാര്യം കൂടെ കിട്ടി. ഇനി ഈ മോക്ക് ഉപ്പയുടെ ആ കാര്യം പറഞ്ഞ് ഒരിക്കലും ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ അറിഞ്ഞെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്തേക്കും, ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഇവളെ പുറത്ത് ചെയ്യും. അങ്ങനെ 2 പേരും തമ്മിൽ ഉപ്പ പറഞ്ഞു, നീ ഇനി ഇത് പറഞ്ഞ പ്രശ്നമില്ല, ഞാൻ ഇത് എന്തായാലും പറയാൻ പോകും. അങ്ങനെ ഇത് രണ്ടും കുടുങ്ങിയ സമയത്ത് നമ്മുടെ മോക്കൊരു ബുദ്ധി തോന്നി. എന്താണെന്ന് വെച്ചാല് ഉപ്പയെ സമാധാനപ്പെടുത്താൻ വേറൊന്നുമില്ല, ഉപ്പക്ക് അതിനോട് നല്ല താല്പര്യമാണ്. അപ്പോ മോള് വിചാരിച്ചു ഉപ്പയുടെ താല്പര്യം സാധിച്ചു കൊടുക്കാം. അങ്ങനെ അവള് ഒരു നാണക്കേടില്ലാതെ ഉപ്പയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തു തരാം. എനിക്കൊന്ന് ഇതാരോടും പറയരുത്, ഇതാരും അറിയരുത്, മേലിൽ ഇത് ഉമ്മ അറിയാൻ പാടത്തില്ല. അങ്ങനെ പറഞ്ഞ് 2 പേരും അന്ന് രാത്രി ആ റൂമിൽ വെച്ച് ഉപ്പയും മകളും എന്നുള്ള ഒരു ഇതും ഇല്ലാതെ 2 പേരുടെയും എല്ലാം തന്നെ വെട്ടിപ്പൊളയുകയാണ്. അന്നായിരുന്നു ആ ഉപ്പ മനസ്സിലാക്കിയത് ഈ മോൾ ഒരിക്കലും പ്യുവറല്ല. കാരണം എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഉപ്പക്കും നല്ല തൃപ്തിയായി, സ്വന്തം മകൾക്കും വേണ്ട പോലെ തൃപ്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കാര്യം ആരോടും പറയരുത്. പിന്നെ ഉപ്പ ഇന്നിവിടെ നടന്ന കാര്യമൊക്കെ ഞാനൊരു വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാനല്ല, ഇനി എന്തെങ്കിലും എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഇത് ഞാൻ ഉമ്മ കാണിച്ചു കൊടുക്കും. 2 കൽപ്പിച്ച് ഞാൻ ഇത് കാണിച്ചു തന്നെ കൊടുക്കും, വേറെ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഉപ്പയെ പേടിപ്പിച്ചു. പക്ഷേ ഉപ്പ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി പോകുന്നില്ല, ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, അതുവരേക്കും ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ഞാൻ വിചാരിച്ചതിനെ കാട്ടി നിന്റെ ഉമ്മയെ കാട്ടി നീ എത്രയോ പൊളിയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് അവള് വേഗം തന്നെ ബാത്റൂമിൽ കയറി ഡ്രസ്സൊക്കെ പുറത്തയച്ചിട്ട് നല്ലൊരു കുളിയും പാസ്സാക്കി അവൾ 2 പേരും വന്ന് കിടന്നുറങ്ങുകയാണ്. ഇതുപോലുള്ള കഥകൾ ഫേസ് ടു ഫേസ് ആയിട്ട് നല്ല രീതിയിൽ കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളി. ഇന്നലെ രാത്രി എല്ലാവരും നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ചേച്ചീന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ പ്രശ്നമില്ല, ചേച്ചി മറ്റേ വല്ലവന്റെ കമ്പി വായിലിട്ട് അതൊന്നും ചോദിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക. അടുത്ത ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും അതുവരെയും ബൈ ബൈ.